പണ്ടൊക്കെ ഉണ്ടല്ലോ പ്രായത്തിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കരഞ്ഞ് നേടാൻ നമ്മൾ ശ്രമിക്കുമായിരുന്നു അല്ലേ. എന്തെങ്കിലുമൊക്കെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മാതാപിതാക്കളോ ആരെങ്കിലും സഹോദരങ്ങളോ ഒക്കെ നമുക്ക് നേടിത്തരും. ഒരു പ്രായമായി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എന്നെ ചെയ്യും, കുഞ്ഞായിരിക്കുമ്പോൾ അതെല്ലാം സഹായിച്ചു തന്നു. ഇച്ചിരി വലുതാകുമ്പോഴത്തേനും ഒരടിയൊക്കെ വെച്ചു തരും, ഒന്ന് മിണ്ടാണ്ടിരുന്നേ, മേടിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ എന്നുള്ള അവസ്ഥയിലേക്കാകും. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ പ്രായമെത്തി ഒരു കൗമാരം ആകുമ്പോഴത്തേനും നമ്മൾ ഒന്നും മിണ്ടാണ്ടിരുന്ന ചുമപ്പോ നാണാവില്ലേ, ഇങ്ങനത്തെ ഒരു പ്രായത്തിലേക്ക് എത്തും. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ യൗവനത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് പിന്നെ വലിയ മേടിച്ചു തരലില്ല, പിന്നെ വലിയ വലിയ കാര്യങ്ങളാവും മേടിച്ചു തരാൻ ആഗ്രഹിക്കുന്ന ബൈക്ക്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. ആദ്യമൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ നേടിയെടുത്തുകൊണ്ടിരുന്നത്. ഒരു യൗവനത്തിലേക്ക് അല്ലെ കൗമാരം കഴിയുന്ന പ്രായത്തിലേക്ക് ആകുമ്പോഴത്തേന് ഇച്ചിരി വലിയ കാര്യങ്ങളൊക്കെ ആകും. അത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ വല്ല ആവശ്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും, വേണേൽ പോയി പണി ചെയ്ത് സ്വന്തമായിട്ട് ഉണ്ടാക്കി മേടിക്കാൻ നോക്കുക, അല്ലാണ്ട് ഞങ്ങളുടെ കയ്യിലില്ല, ഉള്ള കാശ് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പഠിത്തത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചിലവാക്കി എന്നൊക്കെ നമ്മളിങ്ങനെ പറയും ഇല്ലേ. അപ്പം കാലം മാറുന്നതനുസരിച്ച് നമ്മളുടെ കോലങ്ങൾ മാറിക്കൊണ്ടിരിക്കുക അല്ലേ, നമ്മുടെ അവസ്ഥകളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളെന്ത് ചിന്തിക്കുന്നത്, നമുക്കുള്ള കാര്യങ്ങൾ നമ്മൾ സ്വയം നേടിയെടുക്കാൻ ഒരു പ്രായം കഴിയുമ്പോൾ തൊട്ട് നമ്മൾ പ്രാപ്തരാകേണ്ടതും ഉണ്ട്. എന്നാൽ ചില ഒറ്റ മക്കളുള്ളതും ചില പുന്നാരിച്ച് വളർത്തുന്ന മാതാപിതാക്കളുടെ മക്കളെല്ലാം ഒരു കാര്യങ്ങളും ചെയ്യിപ്പിക്കാതെ അവർ വളർത്തിക്കൊണ്ടുവരും. എല്ലാ കാര്യവും മാതാപിതാക്കൾ ഇങ്ങനെ ചെയ്തു കൊടുത്ത് ഇങ്ങനെ വളർന്നു വന്ന സമയത്ത് കുറേ കഴിയുമ്പം ഈ മക്കൾ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു എന്നാ പറയണേ സാധിച്ചു കൊടുക്കാതെ വരുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് വിഷമം കയറുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കുട്ടി, എനിക്കറിയാവുന്ന ഒരു കുട്ടി വീട് വിട്ടിറങ്ങിപ്പോയി, ഒളിച്ചോടിപ്പോയി, സ്വയം തന്നെത്താനെ. എന്നിട്ട് ഇവിടുന്ന് ട്രെയിൻ കയറി ബോംബെ വരെ പോയി. അത് കഴിഞ്ഞ് ഇവർ അന്വേഷിച്ച് നടന്ന് ഇവിടെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല, കുറേ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരാൾ ബോംബെ വെച്ച് ഈ കൊച്ചിൻ്റെ പോലീസുകാരിങ്ങനെ ഫോട്ടോ ഇടില്ലേ, അങ്ങനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ ഇട്ട ഫോട്ടോ കണ്ട് ഒരാൾ ഈ കൊച്ചിനെ തിരിച്ചറിയുകയും ഒരു 18-20 വയസ്സിൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. അവനെ തിരിച്ചറിയുകയും അവനപ്പം നാട്ടിലേക്ക് പോരുന്നില്ല എന്ന് പറയിച്ച്. അവൻ പറഞ്ഞ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ബുദ്ധിമുട്ടാണ് എൻ്റെ വീട്ടിൽ നിൽക്കാൻ, എൻ്റെ മാതാപിതാക്കളെല്ലാം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്, ഇപ്പോൾ അവരെന്നോട് റിബലായിട്ട് എന്നോട് പെരുമാറുകയാണ്, എന്നെ അവർക്ക് ഇഷ്ടമല്ല എന്നിങ്ങനെ അവസ്ഥയിലേക്ക്. പക്ഷേ ഈ മാതാപിതാക്കൾ കാണിച്ചെന്താണെന്നറിയാവോ, ഇവൻ തന്നെത്താനെ സ്വന്തം കാര്യം നോക്കട്ടെ എന്നോർത്താണ് ഇവർ റിബലായിട്ട് നിന്നത്. കാരണം നീ പണിയെടുത്തുണ്ടാക്കിക്കോ, അല്ലെങ്കിൽ നീ നിൻ്റെ കാര്യം നോക്ക് എന്നിങ്ങനെ അവർ പറഞ്ഞത്. ഇവൻ സ്വന്തം കാര്യപ്രാപ്തി ഉണ്ടാകട്ടെ എന്നോർത്ത്. പക്ഷേ ആ കാര്യപ്രാപ്തി അത് വിനയായി തീരുകയാണ് ചെയ്തത്. പിന്നീട് ഇവൻ ഈ മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരിച്ചു വരികയേ ചെയ്തിട്ടില്ല. ഇന്നിപ്പം 7 വർഷത്തോളമായി അവൻ്റെ അച്ഛനെയും അമ്മേനെ കാണാൻ ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. ഇവർ കാല് പിടിക്കുന്നുണ്ട്, ഇവർ നടന്ന സംഭവങ്ങൾ പറയുന്നുണ്ട്, എല്ലാം ഉണ്ട്. എങ്ങനെയാണേലും അവൻ ബോംബെ പോയി ഒരു ഹോട്ടലിൽ ജോലിക്കാരനായിട്ട് നിൽപ്പുണ്ട്. അതിൻ്റെ വിദ്യാഭ്യാസമൊക്കെ കളഞ്ഞു പോയി കേട്ടോ. അപ്പം നമ്മൾ മാതാപിതാക്കൾ എന്താ അറിയണ്ടതെന്നറിയാവോ, നമ്മൾ ഈ കുഞ്ഞുനാൾ തൊട്ട് കൈക്കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, ഒരു 3 വയസ്സോ 4 വയസ്സ് വരെ നമ്മൾ ഒപ്പത്തിനൊപ്പം തുള്ളിക്കൊണ്ട് ഇരിക്കണതിന് കുഴപ്പമൊന്നുമില്ല, കാരണം അവരെ വളർന്നു വരുന്ന പ്രായം. അത് കഴിയുമ്പോൾ തൊട്ട് നമ്മൾ പതുക്കെ നമ്മുടെ മക്കളെ കുഞ്ഞു വഴക്കുകൾ പറയാനും എന്നോർത്താണ്, അടി ചീത്ത പറച്ചിലുമല്ല, എന്തെങ്കിലും കാര്യമൊക്കെ അനാവശ്യമായിട്ട് പറയുമ്പോൾ ഒന്ന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ ഈ കുഞ്ഞുങ്ങൾ പ്രായമാകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ആ വിഷമത്തിൽ നിന്ന് ഒഴിവായി പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എൻ്റെ അഭിപ്രായമാണ്. ഞാൻ മനഃശാസ്ത്രജ്ഞയൊന്നുമല്ല, എങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ മക്കളെ വളർത്തുന്ന അങ്ങനെയല്ലേ, വഴക്കുകളും കേട്ട് ചെറുപ്പത്തിൽ അടിയൊക്കെ നല്ല എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും 2 എണ്ണം ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുമായിരുന്നു. അപ്പോൾ അടിയൊക്കെ വെച്ച് കൂടുമ്പോൾ ഓരോ അടിയൊക്കെ 2 വെച്ച് കൊടുക്കുമ്പോൾ ആർക്കും ഒരു പരാതിയും ഇല്ലാതെ അവർ വളർന്നു പോകുന്നത് ഇല്ലേ. നമ്മളും അതുപോലെ തന്നെയാണ് വളർന്നു വന്നത്, നമുക്കും വലിയ ദൂഷ്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ വഴക്കും ഇച്ചിരി പിണക്കങ്ങളും ഒക്കെ കണ്ടു വളരുന്ന വീട്ടിലെ കുട്ടികൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു നിയന്ത്രണങ്ങൾ ഒരു പ്രശ്നമില്ലാണ്ട് അവർ കടന്നു പോയിക്കോളും. അതൊക്കെ എൻ്റെ വീട്ടിലുള്ളതാണ്, അത് അവരങ്ങനെയൊക്കെ പറയണം, നമ്മൾ കേട്ടിട്ടില്ലേ. നമ്മളും പറയില്ലേ, ഓ എൻ്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെയൊക്കെ പറയണമെന്നേ, അതൊന്നും കുഴപ്പമില്ല, അത് അവരങ്ങനെ പറഞ്ഞാലും വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറയും. പക്ഷേ നമ്മൾ ഈ പുന്നാരിച്ച് വളർത്തുന്ന മക്കൾ ഒരു പ്രായം കഴിയുമ്പം അവരെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും അവരെ ഒരു നല്ല ഒരാളാക്കാൻ വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾ ഉദ്ദേശിക്കുന്നതെങ്കിലും അത് നെഗറ്റീവ് ഫലം ചെയ്യുകയും ചെയ്യും അല്ലേ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, പെട്ടെന്നൊരു ദിവസം നമ്മൾ അവരെ വഴക്ക് പറയുമ്പോഴത്തേനും അവർക്ക് ഭയങ്കരമായിട്ട് ഇത്രയും കാലം എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല, ഇപ്പം എന്നെ വഴക്ക് പറഞ്ഞു, അതെന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ എന്നിങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകാൻ തുടങ്ങും. അപ്പം നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ കുറച്ചൊക്കെ വഴക്കുമൊക്കെ പറഞ്ഞ് കുറച്ച് സ്നേഹം കൂടുതൽ കാണിച്ചിട്ട് വഴക്കുകളൊക്കെ കുറച്ച്
അത്യാവശ്യത്തിനൊക്കെ വഴക്കുകളും കേട്ട് ഈ കൊച്ചടികളൊക്കെ കൊണ്ട് വളരുമ്പോൾ ഉണ്ടല്ലോ, മക്കൾക്ക് ഒരിക്കലും സ്നേഹം കുറവ് തോന്നില്ല. അവരത് വലിയ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുകയില്ല. ആ സമയത്ത് പുന്നാരിച്ച് വളർത്തുന്ന മക്കളെ ഏതെങ്കിലും ഒരവസരത്തിൽ നമ്മൾ ഒന്ന് വഴക്ക് പറയുകയോ ഒരടി വെച്ച് കൊടുക്കുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ജീവിതകാലം മുഴുവൻ അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഉറപ്പായ കാര്യമാണ്. നമ്മൾ എന്തുമാത്രം പുന്നാരിക്കുന്നുവോ അത്രയും പുന്നാരിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരടി വെച്ച് കൊടുത്തു നോക്കി, അവരത്തായിരിക്കും പിന്നെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാം പറയാം, അമ്മേനെ അടിച്ചില്ലേ അല്ലെങ്കിൽ അച്ഛനെന്നെ അടിച്ചില്ലേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അന്ന് എന്നെ കിട്ടി നല്ല അടി തന്നതല്ലേ എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കും. അതേ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ കിട്ടുക, ഇടയ്ക്കൊക്കെ വഴക്കൊക്കെ കേൾക്കുന്ന പിള്ളേർക്ക് ഇതൊന്നും ഒരു വലിയ വിഷയമൊന്നുമല്ല. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ വഴക്ക് കേട്ടിട്ടുണ്ട്, അടി മേടിച്ചിട്ടുള്ള വ്യക്തികളാണ്. അപ്പം നമുക്കതൊന്നും അത്രയൊന്നും വലിയ സീരിയസ് ആയിട്ട്, കാരണം നമ്മൾ ഈ 3-4 വളർത്തുന്ന കൂടത്തിൽ നമ്മൾ വളർന്നു പോകുമ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു ഇല്ലേ. ഒരെണ്ണം ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ ഒരെണ്ണം അങ്ങോട്ട് പോകുന്ന സ്വഭാവമുള്ളവരായിരിക്കും. നമ്മൾ വഴക്കും കേട്ട് അടിയും കൊണ്ട് ഒക്കെയാണ് വളർന്നത്. അപ്പോൾ അതിൻ്റേതായ എന്നെന്താ പറയണേ, ഒരു ഭീകരത നമുക്ക് വലുതായി കഴിയുമ്പോൾ തോന്നില്ല. എന്നാൽ ഇന്നത്തെ കുട്ടികളെ അങ്ങനെയല്ല. ഒരെണ്ണമായിരിക്കും കാണുമ്പോൾ ഒരു വീട്ടിൽ ചിലയിടത്ത് 2 പിള്ളേർ ഉള്ളിടത്തുകൊണ്ടായിരിക്കും. അപ്പോൾ അവരെ തന്നെ ഒരിക്കൽ പോലും വഴക്ക് പറയുകയോ ഒന്നും ചെയ്യാതെ സ്നേഹം മാത്രം കൊടുത്തു വളർത്തുമ്പോൾ ഒരു നിസ്സാര വഴക്ക്, എന്തെങ്കിലും ഒരു തെമ്മാടിത്തരം കാണിക്കുമ്പോൾ ഒന്ന് വഴക്ക് പറഞ്ഞാൽ മതി, അവർക്കത് ഫീൽ ചെയ്യുകയും അത് ഭയങ്കര സംഭവമായിട്ട് മാറ്റുകയും ചെയ്യും. ഈ ബോംബെയിലുള്ള കൊച്ചിൻ്റെ മാതാപിതാക്കളെ കഴിഞ്ഞ ദിവസം ഞാൻ കാണാനിടയായി തിരുവനന്തപുരത്ത് വെച്ചിട്ടോ. അപ്പം അവരെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത്, അവനവിടെ സുഖമായിട്ടിരിക്കുന്നു, ഞങ്ങൾ രണ്ടുപേരും, ഒരൊറ്റ മോനേ ഉള്ളൂ കേട്ടോ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ ഇങ്ങനെ കഴിയുന്നു. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ചിട്ട് പറയും അച്ഛൻ അസുഖ, അല്ല അച്ഛൻ വിളിച്ചിട്ട് പറയും അമ്മയ്ക്ക് അസുഖ, വരുന്നുണ്ടെങ്കിൽ വരട്ടെ എന്ന് പറയുമ്പോൾ അവൻ പറയും വരുന്നില്ല, സമയമില്ല എന്നിങ്ങനെ പറയും എന്ന് പറഞ്ഞു. ഞങ്ങളെ കാണണമെന്നൊന്നും അവർക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷേ ഞങ്ങൾക്ക് അവൻ ജീവൻ്റെ ജീവനാണ്. അതെല്ലാ മാതാപിതാക്കൾക്കും അങ്ങനെ തന്നെയല്ലേ. പക്ഷേ മക്കളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ അച്ഛനും അമ്മയും എന്തുകൊണ്ടാണ് നമ്മളെ അടിച്ചതെന്നോ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞതെന്നോ ഒന്ന് അതിനകത്ത് കാര്യമുണ്ടോ കാര്യമില്ലെന്നൊന്ന് ചിന്തിക്കണം. ചുമ്മാ ഇരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം, അവരോട് ഞാൻ ചെയ്ത ന്യായമാണോ? അത് നമ്മളാണെങ്കിലും ചിന്തിക്കാം. നമ്മുടെ മാതാപിതാക്കളോട് ചെയ്ത പല കാര്യങ്ങളും ന്യായമുള്ളതാണോ അതിന് ന്യായമില്ലാത്തതാണോ, നമ്മുടെ ഭാഗത്തു നിന്ന് വന്ന തെറ്റുകളാണോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഇല്ലേ. അല്ലാതെ എല്ലാ കാര്യങ്ങളും ഒന്നും മാതാപിതാക്കൾ തെറ്റുകാരല്ല കേട്ടോ. മാതാപിതാക്കൾ സ്നേഹം കൊണ്ടും വഴക്ക് പറയുന്നവരാണ്. ചില ഭാഗത്ത് കുട്ടികളുടെ ഭാഗത്തും നിരപരാധികളായിരിക്കാം. ചില മാതാപിതാക്കളുണ്ട്, ഞാൻ മാതാപിതാക്കളെ പൂർണ്ണമായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. കാരണം എനിക്കറിയാം എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൂടെയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, മാതാപിതാക്കൾ തെറ്റുകാരായ മാതാപിതാക്കളും ഉണ്ട്. എൻ്റെ അനുഭവത്തിൽ കൂടെ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നതിൽ ഒത്തിരി എന്നാ പറയണേ, പണ്ട് കാലത്ത് പ്രത്യേകിച്ചുണ്ടായിരുന്നു തിരിച്ചു വ്യത്യാസങ്ങൾ ഒത്തിരിയുള്ള മാതാപിതാക്കളുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു അപൂർവമായിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പം എന്താന്ന് പറയണേ, അപ്പം നമ്മൾ നമ്മുടെ മക്കളോട് പരമാവധി സ്നേഹം കാണിക്കുക. വഴക്ക് പറയേണ്ട അടുത്ത് വഴക്ക് പറഞ്ഞ് തന്നെ വളർത്തുക. കുഞ്ഞടികൾ കൊടുക്കേണ്ട അടുത്ത് കുഞ്ഞടികൾ കൊടുക്കുക. വലിയ അടിയല്ല കേട്ടോ. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ വലിയ അടിയൊന്നും കൊടുത്ത് മക്കളെ ഉപദ്രവിക്കണം എന്നല്ല പറഞ്ഞാൽ കൊച്ചു അടികൾ ഒക്കെ കൊടുക്കുക. ചിലർ കൈയൊക്കെ വെച്ചടിക്കുക, അതൊക്കെ ഭയങ്കര വേദന എടുക്കുന്ന സംഭവങ്ങളാണ്. കൊച്ചടി ഒരു കുഞ്ഞു വടിയും കൊണ്ടൊക്കെ എനിക്കിട്ടൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ചെമ്പരത്തിയുടെ തണ്ട് വെച്ചും ഒക്കെ എനിക്ക് ഇഷ്ടം പോലെ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോ സമയത്തും ഇങ്ങനെ ഓർക്കുക, നമ്മൾ ചുമ്മാ ഇരിക്കുമ്പം നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും പാകപ്പിഴകൾ പറ്റിയിട്ടുണ്ടോ, എവിടെയാണ് തിരുത്തേണ്ടത്, അതൊക്കെ തിരുത്തി പെറുക്കി നമ്മുടെ ജീവിതം സന്തോഷമാക്കാൻ നോക്കുക. അതാണ് വേണ്ടത് അല്ലേ. ശരിയാണോ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളോട് നമ്മളിങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? മക്കളോട് ചിരിച്ച വഴക്കൊക്കെ പറഞ്ഞ് തന്നെ വളർത്തുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നോർത്തുകൊണ്ട് മക്കളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനല്ല, മക്കളെ ചേർത്ത് തന്നെ നിർത്തണം. അവരെ നമ്മുടെ കൂടെ അല്ലാണ്ട് പിന്നെ ആരുടെ കൂടെ സ്നേഹത്തോടെ നിൽക്കുന്നത്. അപ്പം നമ്മൾ അവരെ സ്നേഹിക്കുകയും വേണം, അവർക്ക് സ്നേഹം തോന്നണമെങ്കിൽ അവരെ ചേർത്ത് നിർത്തുകയും വേണം, എല്ലാം വേണം ഇല്ലേ. ശരിയാണോ?